ഞാൻ ഈ ടാഗ് ചെയ്തിരിക്കുന്ന സാധനം എന്താണ് നിങ്ങള്? ഇതാണ് യാസിർ ബിൻ ഹംസ അബ്ദുൽ അസീസ് റൈസിന്റെ ഫത്വ എന്ന പേരിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ചോദ്യമുണ്ട്, അതിൽ മറുപടിയുണ്ട്. ഇത് ഉദ്ധരിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഖാലിമാരെ ആയ ആളുകൾ, സൂഫി മശായിഖന്മാരായ ഖാലിമാരെടുത്ത് നിങ്ങൾ പോവുകയും അവരെ ഉറപ്പിച്ചാൽ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം എന്നതിന് തെളിവായിട്ട് ഇദ്ദേഹം കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു നിലപാട് കണ്ടപ്പോ എനിക്ക് തോന്നിയ എന്താ അറിയങ്ങള്, ഇപ്പൊ എത്രയെത്ര മശായിഖന്മാരുണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എന്നെ ഉദ്ധരിക്കാൻ. സെലഫികൾക്ക് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരെ എത്രയെത്ര മശായിഖന്മാരുണ്ട്. ഒരൊറ്റ ശൈഖിനെ ഉദ്ധരിച്ച, ഇബ്നു ബാസിനെ ഉദ്ധരിച്ച, ഞാൻ ഉദ്ധരിക്കാം. ഇബ്നു ബാസിന്റെ ഫത്വ ഞാൻ കാണിച്ചു തരാം. ഇബ്നു ബാസിന് ഈ വിഷയത്തിൽ, ഈ ശിർക്കും കുഫറും ചെയ്യുന്നവരായ ആളുകളുടെ വിഷയത്തിൽ അവരെ ഖാദിമാരാക്കാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ള ഫത്വ ഉണ്ട്. അതൊക്കെ ഒന്ന് യാസിർ ബിൻ ഹംസ ഒന്ന് വായിക്കട്ടെ. മദീന യൂണിവേഴ്സിറ്റി കുത്തിരുന്ന മൂപ്പരൊന്ന് വായിക്കട്ടെ. എന്നിട്ട് മൂപ്പര് കൊണ്ടുവന്നെന്താണ് അബ്ദുൽ അസീസ് റൈസിന്റെ ഫത്വയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഫത്വ ഉണ്ടാക്കാൻ വിചാരിച്ച എന്തിനാണ് സാഹിബെ ഫത്വ ഉണ്ടാകാത്തത്? നായ തിന്നാൻ പറ്റൂലേ എന്നുള്ള വിഷയത്തിൽ ഫത്വ ഉണ്ടായിക്കൂടെ? നായ താഹിറാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ വലിയ ശൈഖന്മാരുടെ കൂട്ടത്തിലല്ലേ? ഇമാം മാലിക് റഹിമഹുല്ല, അദ്ദേഹം നായ നജസല്ല എന്ന് പറയുന്ന ആളാണ്, നായ താഹിറാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ നായ താഹിറാകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഫത്വകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇമാം മാലിക്കിന് ഉദ്ധരിക്കലുണ്ടാ? മാലിക് മദ്ഹബിനോട് തഖ്ലീദുള്ളവരായ ആളുകൾ ഉദ്ധരിക്കാൻ മതി. പക്ഷെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാള് നായ നജസല്ല എന്ന് പറയാൻ വേണ്ടി ഇമാം മാലിക്കിന് ഉദ്ധരിക്കാറുണ്ടാ? അപ്പൊ ഈ യാസിർ ബിൻ ഹംസ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വിചാരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഹവയെ കുത്തനെ നിർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഫത്വ ഉദ്ധരിക്കാണ് ഇവിടെ ചെയ്യുന്നത്. ആ ഫത്വയിൽ തന്നെ ഇദ്ദേഹം പറഞ്ഞത് കള്ളമാണെന്ന് വ്യക്തമായി തെളിവാൻ കാണിച്ചു തരാം. ഒന്ന് വായിച്ചു നോക്കി. അതിന്റെ ആദ്യ അവസാനം വായിച്ചാൽ എന്താ കിട്ടുക? യാസിർ ബിൻ ഹംസ ഇതുവരെ പറഞ്ഞു വെച്ചത് മുഴുവൻ കളവാന്ന് കിട്ടും. എന്താണ് അതിന്റെ ഹെഡിങ് എന്ന് അറിയുന്നത്? ഇദാ കാന മൻ യറാ ഹിലാൽ റമളാൻ മശായിഖ് സൂഫിയ്യ വയതലാബൂന ബിറുയത്തിൽ ഹിലാൽ ഹൽ യുതാബഊന ഫി റുയതി. അത് അതിന്റെ ഹെഡിങ് ആണ് ട്ടോ, ചോദ്യമല്ല. അതായത് റമളാന്റെ മാസപ്പിറവി കാണുന്നു ആര്? സൂഫി മശായിഖന്മാർ കാണുന്നു. അവരാകട്ടെ യതലാബൂന ബിറുയത്തിൽ ഹിലാലി, ഹിലാൽ കൊണ്ട് തമാശകളി നടത്തുന്ന ആൾക്കാരാണ്. അതിന് ഗൗരവമില്ലാത്ത ഒരു സ്വഭാവക്കാരായ ആളുകളാണ് ഈ സൂഫി മശായിഖന്മാര്. എങ്കിൽ ഹൽ യുതാബഊന ഫി റുയതി, അവരുടെ കാഴ്ച സ്ഥിരീകരണം നമ്മൾ പിൻപറ്റാൻ പറ്റുമോ ഇല്ലേ? ഇതാണ് ഹെഡിങ്. യഖൂലു സായിൽ, ചോദ്യകർത്താവ് ചോദിക്കുകയാണ്, ലൽ അസഫ് യതകററുൽ ഖിലാഫു ബൈനൽ ഇഖ്വതി സലഫിയ്യീൻ ഫീ കുല്ലി ആമിൻ ബിഖുസൂസി റുയതി ഹിലാൽ റമളാൻ. റമളാൻ മാസപ്പിറവി ദൃശ്യമാവുകയും അത് ഉറപ്പിക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ പ്രത്യേകമായും സലഫി സഹോദരന്മാർക്കിടയിൽ ഭിന്നത ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെ? ഇന്ത്യയിൽ, കേരളത്തിൽ, എവിടാന്നറിയില്ല. അതായത് അവനവന് ഒരു ഫത്വ കിട്ടണം. ആ ഫത്വ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഇത് ചോദിക്കാം. അങ്ങനെ ചില ബിരുദന്മാരുണ്ട് കേരളത്തിലുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. അവനവൻ വിചാരിച്ച രീതിയിൽ ഒരു ഫത്വ കിട്ടാൻ വേണ്ടി ചോദ്യം ഉണ്ടാക്കുക. ഈ ചോദ്യം കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്താ ചോദ്യം? ഇവിടെ എല്ലാ കൊല്ലവും സലഫികൾക്കിടയിൽ ഭിന്നത ഉണ്ട്. അങ്ങനെ ഭിന്നത ഉണ്ട് ഇവിടെ? ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ഭിന്നത. എല്ലാ കൊല്ലവും സലഫികൾക്കിടയിൽ ഭിന്നത ഉണ്ട്. ഫി കുല്ലി ആമിൻ ബിഖുസൂസി റുയത്തി റമളാൻ ഹിലാൽ റമളാൻ. റമളാൻ മാസം ഉറപ്പിക്കുന്ന വിഷയത്തിൽ എല്ലാ കൊല്ലവും സലഫികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. വദാലിക, എന്താണ് അഭിപ്രായ വ്യത്യാസം? അന്നല്ലദീ യുഅ്ലിനു അൻ റുയത്തിൽ ഹിലാലി റസ്മിയൻ, ഔദ്യോഗികമായി ഇവിടെ ഹിലാൽ ദർശനം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് മശായിഖ് സൂഫിയ, സൂഫി മശായിഖന്മാരാണ്. വയുതാബിഉഹും ഫീഹാ ആലിമുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ മഹാഭൂരിപക്ഷവും ആ സൂഫി മശായിഖന്മാര് ആ റസ്മിയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന മാസമാണ് സ്വീകരിക്കുന്നത്. വബഅദു സലഫിയ്യീന യുതാബിഉഹും, ചില സലഫികളും അവരെ പിൻപറ്റുന്നു. നോക്കണം. അപ്പോൾ ഇവിടെ മശായിഖന്മാരായ സൂഫികൾ എന്ന് പറഞ്ഞാൽ ഓലെ സ്വഭാവം എന്തെന്ന് പറഞ്ഞിട്ടില്ല. സൂഫികൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള സൂഫികൾ ഉണ്ടാകും. പച്ചയായ ശിർക്കും കുഫറും ചെയ്യുന്നവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പൊ പഴയ കാലഘട്ടത്തിൽ ഇസ്തിഗാസവാദികളായ ആളുകളുടെ ഇസ്തിഗാസയാണോ ഇന്ന് കേരളത്തിലുള്ള ആൾക്കാരുടെ ഇസ്തിഗാസ? ഇസ്തിഗാസയുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന ആളാണ് തഖിയുദ്ദീൻ സുബ്കി. സുബ്കിയുടെ ഇസ്തിഗാസയിൽ എന്താ പറയുന്നത്? ഇസ്തിഗാസ, ഇസ്തിആന, തവജ്ജുഹ്, തജവ്വുഹ്, തവസ്സുൽ എന്നൊക്കെ പറഞ്ഞാൽ തവസ്സുലിന്റെ ഒരു ഇനമാകുന്നു. അള്ളാഹു അല്ലാത്തവരോട് നേർക്ക് നേരെ ദുആ ചെയ്യാന്ന് പറഞ്ഞ വിഷയം തന്നെ ചർച്ച ചെയ്തിട്ടില്ല. ഒക്കെ തവസ്സുലിന്റെ ഗണത്തിലെ പറഞ്ഞത്. ആ സൂഫികളും ഇന്ന് വല്ലാ നീലത്തിന്നും എന്നെ വിളിപ്പോൾക്ക് വായ്കൂടാതുത്തീരം ചെയ്യും ഞാൻ എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന സൂഫി ഒരുപോലാണോ? ഇപ്പം പച്ച കുഫറല്ലേ, പച്ച ശിർക്ക് ചെയ്യുന്നവനല്ലേ? മറ്റവൻ ലേശം ശുബഹത്തുണ്ടെന്നല്ലേ ഉള്ളൂ. അപ്പൊ ആ തരത്തിലുള്ള സൂഫികൾ ഉണ്ടാവും, ഈ തരത്തിലുള്ള സൂഫികൾ ഉണ്ടാവും. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുകയും ഇബാദത്ത് എടുക്കുകയും ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ടാവും. അപ്പൊ ഈ സൂഫികൾ ആരാണ് എന്ന് ചോദ്യത്തിൽ വ്യക്തമല്ല. ഇവന്റെ അഖീദ എന്താണെന്ന് വിശദീകരിച്ചിട്ടില്ല. സൂഫി മശായിഖന്മാരെന്ന് പറഞ്ഞ, മശായിഖ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു നല്ല വാക്കല്ലേ? നമ്മുടെ കേരളത്തിലെ പറ്റി ഏതെങ്കിലും ഇവിടെ സംസ്ഥാന പണ്ഡിതൻ പറ്റി മശായിഖ് എന്ന് പറയാൻ പറ്റുമോ?
ഇബ്ലീസിന്റെ മശായിഖമാരല്ല ഇവിടെ ഉള്ളത് അല്ലേ? എന്നിട്ട് ഇത്തരം ആളുകളെ മഹാഭൂരിപക്ഷം പിൻപറ്റുന്നുണ്ട്. ആ കൂട്ടത്തിൽ ആരുണ്ട്? ബഅ്ദു സലഫിയ്യീന യുതാബിയുഹും, ചില സലഫികളും അവിടെ പിൻപറ്റുന്നുണ്ട്. അപ്പൊ സലഫികൾ പിൻപറ്റണം എന്തുണ്ടാണ്? സ്വാഭാവികമായും അഖീദ ശരിയുള്ളവരായിരിക്കണം. വെറും ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും ചെയ്യുന്നവരായ ഒരാളെയും ഒരു സലഫിക്ക് പിൻപറ്റാൻ പറ്റൂല. അപ്പൊ സലഫികളും പിൻപറ്റുന്നുണ്ട് എന്ന ചോദ്യത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അമ്മൽ ബഅ്ദുൽ ആഖർ, എന്നാ വേറെ ചിലരാകട്ടെ ഫയസൂമൂന വയുഫ്തിറൂന മുഖ്തലിഫീന, വേറെ വേറെ ആയിക്കൊണ്ട് അവർ നോമ്പ് നോൽക്കുകയും പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുന്നു. ജുംഹൂരിൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടെ ഭൂരിപക്ഷം, മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളിൽ വ്യത്യസ്തമായി എന്ന് വെച്ചാൽ ഇവിടുത്തെ മഹാഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ സൂഫികളാണ്. സൂഫിയുടെ കൂട്ടത്തിൽ കുറെ സലഫികളും ചേരുന്നുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി എന്ന ജുംഹൂറാണ്, മഹാഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷത്തിൽ നിന്നും വ്യത്യസ്തമായി അവര് ചില സലഫികൾ മാറി നിൽക്കുന്നുണ്ട്. അപ്പൊ സലഫികളെ ഒരു കുറ്റാരോപിക്കുകയാണ്. ബി ഹുജ്ജത്തി അദ്മി അഹ്ലിയത്തി മശായിഖ് സൂഫിയ, സൂഫി മശായിഖന്മാർക്ക് പെരുന്നാൾ ഉറപ്പിക്കാനും നോമ്പ് ഉറപ്പിക്കാനുള്ള അവകാശമില്ല എന്നാണ് അവർ പറയുന്നത്. ലിഅന്നഹും യതലാഅബൂന ഫീ അംറിൽ ഹിലാലി അയ്ളൻ, ഹിലാൽ ഉറപ്പിക്കുന്ന വിഷയത്തിൽ ഒരു കളിതമാശ നടത്തുകയും ചെയ്യുന്നു. കളിതമാശ നടത്തലല്ല ഇവിടുത്തെ വിഷയം. കളിതമാശ നല്ലോണം നടക്കുന്നുണ്ടെന്നുള്ള ശരി തന്നെ. കളിതമാശന്റെ അപ്പുറത്ത് ഇവരുടെ വിശ്വാസവും അഖീദയും ശരിയല്ല എന്നുള്ളതാണ് വിഷയം. അത് നിങ്ങൾ ചോദിച്ചാ, ചോദ്യം ചോദിക്കുമ്പോൾ എന്താ ചോദിക്കേണ്ടത്? അഖീദാപരമായി ശരിയല്ല. സൂഫികളാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ്, അള്ളാഹു അല്ലാത്തവർക്ക് ബലിയർപ്പിക്കുന്നവരാണ്, ഇബാദത്ത് എടുക്കുന്നവരാണ്, ലോകം നിയന്ത്രിക്കുന്ന ഔലിയാക്കന്മാരാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സൂഫി എന്ന് പറയണ്ടേ? അപ്പോഴല്ലേ നല്ല ഉത്തരം കിട്ടൂ. അപ്പൊ ഉത്തരം നിങ്ങൾക്ക് അനുകൂലമായി കിട്ടാൻ വേണ്ടിയിട്ട് ഏതോ ഒരു ശൈത്താൻ ചോദിച്ചിട്ടില്ലാണിത്. ഇതൊന്നും ഞങ്ങൾക്ക് തിരിയാൻ നിങ്ങളെ വിചാരം. ഇനി അതിനുള്ള മറുപടി പറഞ്ഞുതരാം. മറുപടി അങ്ങോട്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം. അൽ ജവാബ്, ഈ ചോദ്യത്തിനുള്ള മറുപടി എന്താണെന്നറിയോ? യംബഗി അൻ യുഅലമ, അറിയൽ അനിവാര്യമാണ്. അന്നൽ മുഅ്തമദ ശർഅൻ, ശർഈയായി അവലംബിക്കപ്പെടേണ്ട സാധനം ഹുവ റുഅ്യത്തുൽ ഹിലാൽ, മാസം ദർശിക്കലാണ്. ഹിലാൽ ദർശിക്കലാണ്. ഹിലാൽ കാണുക എന്നതാണ് മാസം ഉറപ്പിക്കേണ്ടതിന്റെ അടിസ്ഥാനം. ലിമാ സബത ഫി സഹീഹൈൻ, സഹീഹൈനിൽ അതായത് ബുഖാരിയിലും മുസ്ലിമും സ്ഥിരപ്പെട്ടിട്ടുണ്ട്. മീൻ ഹദീസ് ഇബ്നു ഉമർ, ഇബ്നു റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി, നിങ്ങൾ കണ്ടാൽ നോമ്പെടുക്കുക, കണ്ടാൽ നിങ്ങൾ നോമ്പ് മുറിച്ച് പെരുന്നാൾ ആഘോഷിക്കുക. ഉണ്ടോ? തെളിവെന്താണ്? സൂമൂലി റുയ്യത്തി എന്നുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ കാഴ്ചയാണ് അടിസ്ഥാനം. ഉണ്ടോ? യാസിർ ബിൻ ഹംസ നേരത്തെ പറഞ്ഞ എന്താ? നാട്ടുകാർ നോമ്പ് കൊടുക്കുമ്പോൾ നോറ്റാ മതി, നാട്ടുകാർ പെരുന്നാൾ ദിവസം കണ്ട് പിന്നെ പെരുന്നാൾ ആഘോഷിച്ചാൽ മതി എന്നാ. അതല്ല അസിൽ എന്താണ്? സൂമൂലി റുയ്യത്തിഹി അഫ്തിറൂലി റുയ്യത്തി എന്നുള്ളതാണ്. ഇനി വഫീ സഹീഹിൽ ബുഖാരി, ബുഖാരിയുടെ സഹീലുണ്ട് മിന ഹദീസ് അബീ ഹുറൈറത, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഫൈൻ ഗുമ്മ അലൈക്കും, ഇനി 29 നിങ്ങൾക്ക് മേഘം മൂടിയാലോ, ഫഅക്മിലു ശഅബാന 30 യൗമ, ശഅബാൻ നിങ്ങൾ 30 ദിവസം പൂർത്തിയാക്കണം, എന്നിട്ട് അടുത്ത ദിവസം മുതൽ റമദാനാക്കണം. കണ്ടോ? ഇതാണ് നിയമം. ഈ നിയമം പാലിച്ചുകൊണ്ട് കാഴ്ച ഉണ്ടാകണം. ഇതൻ എന്ന് വെച്ചാൽ യദ്ഖുലു ശഹ്റു റമദാൻ, റമദാൻ മാസം കടന്നു വരുന്നത് ബി റുയത്തിൽ ഹിലാലി, ചന്ദ്ര ദർശനം ഉണ്ടാകുന്നത് വഴിയാണ്. ഫൈൻ ഗുമ്മ, ഇനി മേഘം മൂടിയാലോ, വലം യുറ, കാണപ്പെട്ടില്ല, 29 കാണപ്പെട്ടില്ല, ഫയുക്മലു ശഅബാന 30 യൗമ, അങ്ങനെയാണെങ്കിൽ ശഅബാൻ 30 പൂർത്തിയാക്കണം. അമ്മാ ഇഅ്തിമാദുൽ ഹിസാബിൽ ഫലക്കി, എന്നാൽ ഗോളശാസ്ത്ര കണക്കിനെ അവലംബിക്കുക എന്ന് പറഞ്ഞാൽ, വ അംസാലിഹി, അതേപോലെയുള്ള സംഗതികളെ അവലംബിക്കുക എന്ന് പറഞ്ഞാൽ, ഫഹാദാ ലാ യജൂസു ഇജ്മാഅൻ, അത് ഇജ്മാ അനുസരിച്ച് പറ്റാത്തതാണ്. കാഴ്ച തന്നെ വേണം, കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ എടുക്കാൻ പറ്റൂ. ഹക അൽ ഇജ്മാ ഇബ്നു അബ്ദുൽ ബർ വഇബ്നു തൈമിയ വഇബ്നു ഹജർ മിൻ അഹ്ലിൽ ഇൽമി, വലിയ മഹാപണ്ഡിതന്മാരായ ഇബ്നു ഹജർ, ഇബ്നു തൈമിയ, ഇബ്നു അബ്ദുൽ ബർ ഒക്കെ ഈ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. കണക്ക് പറ്റൂല, കാഴ്ച തന്നെ വേണം എന്ന വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഫഇദൻ ഹുവ ലാ യജൂസു ലിൽ അദില്ലത്തി ശർഇയ്യത്തി അല്ലതി അമറത് ബിറുയതി ഹാദാ അവലൻ, അപ്പോൾ കാഴ്ച ഉണ്ടാകണം എന്നുള്ളത് വ്യക്തമായി പ്രമാണം പഠിപ്പിച്ചതിനാൽ കണക്കിനെ അവലംബിക്കാൻ പറ്റൂല. ഒന്നാമത്തെ കാര്യം, അതൊന്നും ഇപ്പോൾ വിശദീകരിക്കേണ്ട കാര്യമില്ല, എങ്കിലും അദ്ദേഹം വിശദീകരിച്ച് പറയാം. വസാനിയൻ അൽ ഇജ്മായി, രണ്ടാമത്തെ ഇജ്മാ അനുസരിച്ചും എന്താ ഇജ്മാ? കാഴ്ച ഉണ്ടായെങ്കിലേ നോമ്പും പെരുന്നാളും ആകാൻ പറ്റുകയുള്ളൂ എന്നുള്ള ഇജ്മാ ഉണ്ട്. രണ്ട് കാര്യം ഇനി പറയാണ്. ഇനി മുതലാണ് യാസിർ ബിൻ ഹംസ വായിച്ച കേട്ടോ. മൂപ്പർക്ക് ആവശ്യമുള്ള സാധനം മാത്രം വായിച്ചു, മേലെയും തലയും വാലും വെട്ടിയിട്ടാവും വായിച്ചത്. ഞാൻ വായിച്ച് കളിപ്പിച്ചു തരാം. ഇതാ തബയ്യന ഹാദാ, ഇത് വ്യക്തമായാൽ, ഏത് വ്യക്തമായാൽ? ഹിസാബുൽ ഫലക്കി പറ്റൂല, കാഴ്ച തന്നെ അടിസ്ഥാനപ്പെടുത്തണം. ഫൈനഹു ഇദാ കാന ഹൗലായി സൂഫിയത്തു സിഖാത്തിൻ,
ഈ ചോദ്യത്തിൽ പറയപ്പെട്ട നമ്മുടെ നാട്ടിലെ ഈ സൂഫി മശായിഖന്മാരാണ് ഉറപ്പിക്കാന്ന് പറഞ്ഞല്ലോ, അവര് വിശ്വസ്തന്മാരാണെങ്കിൽ എന്ത് ഇദാകാന ഹൗലായി സൂഫിയത്തു സിഖാത്ത്, അവർ വിശ്വസ്തന്മാരാണെങ്കിൽ ഫീമാ യുഖ്ബിറൂന ബിഹി, അവർ പറഞ്ഞു തരുന്ന കാര്യത്തിൽ എന്ന് വെച്ചാൽ ഇവിടെ ആകപ്പാടെ സൂഫികൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്നുള്ളൊരു ദുനിയൻ്റെ അകത്തുണ്ട്. ഇവിടെ മാസം ഉറപ്പിക്കുന്ന ഒക്കെ സൂഫി ശൈഖന്മാരാണ്. അല്ലല്ലോ സത്യത്തില്. ഇവിടെ ഹിലാൽ കമ്മിറ്റി ഇല്ലേ, ഹിലാൽ വിങ് ഇല്ലേ, ക്രസന്റ് വിങ് ഇല്ലേ, ഇങ്ങനെ പല സാധനവും ഇല്ലേ, ഹിജറ ഹിലാൽ കമ്മിറ്റി ഇല്ലേ. തൗഹീദ്വാദികളായ ആളുകൾക്ക് ഇങ്ങനെ സംവിധാനങ്ങൾ ഉണ്ട് എന്ന കാര്യം തന്നെ പാടെ മൂടി വെച്ചുകൊണ്ടാണ് ചോദ്യം ചോദിക്കുന്നത്. ഇവിടെ ആകെപ്പാടെ സൂഫി ശൈഖന്മാർ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ പിൻപറ്റാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ഫൈനഹു ഇദാ കാന ഹൗലായി സൂഫിയത്തു സിഖാത്തിൻ, അവർ വിശ്വസ്തന്മാരാണ് എങ്കിൽ ഫീമാ യുഖ്ബിറൂന ബിഹി, അവർ പറഞ്ഞു തരുന്ന കാര്യത്തിൽ എന്ത് ചെയ്യാം? ഹാദാ അവ്വലൻ, ഇതാണ് ഒന്നാമത് വേണ്ടത്. എന്താ ഒന്നാമത് വേണ്ടത്? പറഞ്ഞു തരുന്നവൻ വിശ്വസ്തനായിരിക്കണം. വസാനിയൻ, രണ്ടാമത്തതോ യഅ്തമിദൂന റുഅ്യ അശ്ശറഇയ്യ, ശറഇയായ നിലയിൽ കാഴ്ച ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ അവലംബിക്കണം. രണ്ട് കാര്യമാണ്, ഒന്ന് വിശ്വസ്തനായിരിക്കണം, രണ്ട് അവലംബിക്കുന്നത് കാഴ്ചയായിരിക്കണം. എങ്കിൽ അൽ മുഫ്തറദു അലാ അഹ്ലിൽ ബലദി അൻ യുതാബിയഹും, അങ്ങനെയുള്ളവരെ പിൻപറ്റാം. വലാ യുഖാലിഫൂഹും, അവരോട് എതിരാകേണ്ടതില്ല. ലിഅന്നഹും ഇഅ്തമദു അർറുയത, കാരണം അവര് കാഴ്ചയെ ആണല്ലോ അവലംബിച്ചിരിക്കുന്നത്, കാഴ്ചയെ മാത്രം അവലംബിച്ചതായതുകൊണ്ട് അവരെ നിങ്ങൾക്ക് പിൻപറ്റാം. ലാകിൻ ബിശർത്തിൻ, പക്ഷെ അവിടെ ഒരു ഷർത്ത് ഉണ്ട്. മനസ്സിലായില്ലേ? നാട്ടുകാര് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ആഘോഷിച്ചോളിന്നല്ല. സൂഫി മശായിഖന്മാര് പെരുന്നാൾ ആഘോഷിച്ചാൽ അല്ലെങ്കിൽ നോമ്പ് ഉറപ്പിച്ചാൽ നിങ്ങളാണ് പൂടിക്കോളിന്നല്ല. നേരത്തെ പറഞ്ഞ നമ്മൾ എന്താണ്, തെറ്റ് സംഭവിച്ചാലും സ്വീകരിക്കാന്നല്ലേ. ഇവിടെ പ്രത്യേകമായി ശൈഖ് പറയുന്നുണ്ട് എന്ത്? ലാകിൻ ബിശർത്തിൻ, അവിടെ ഷർത്തുണ്ട്, യകൂനു സിഖാത്തിൻ, അവർ വിശ്വസ്തന്മാരായിരിക്കണം. സൂഫി മശായിഖന്മാരാണെങ്കിലും അവർ വിശ്വസ്തന്മാരായിരിക്കണം. വഅല്ലാ യകൂനു മുഅ്തമിദീന അലൽ ഹിസാബിൽ ഫലകി, ഗോളശാസ്ത്ര കണക്കിനെ അടിസ്ഥാനപ്പെടുത്തുന്നവരാകാൻ പാടില്ല. എന്നാൽ നമ്മുടെ ഷാഫിയാക്കൾ എല്ലാവരും ഇങ്ങനെയാണോ? കേരളത്തിലെ വലിയ കാലിയാകട്ടെ ചെറിയ കാലിയാകട്ടെ, ഇവരൊക്കെ ആരാണ്? ഷാഫി മദ്ഹബുകാരല്ലേ. ഷാഫി മദ്ഹബിൽ സുബിക്കിന്റെ അഭിപ്രായം എന്താണ്? കാഴ്ച ഉണ്ടാകേണ്ടതില്ല, കണക്കിനെതിരെ കാഴ്ച ഉണ്ടായാൽ വിശ്വസിക്കാൻ പാടില്ല എന്നാണ് ഷാഫിയാക്കളിൽ വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഈ യാസിർ ബിൻ ഹംസക്ക് അറിയുമെന്നറിയില്ല, അറിയില്ലെങ്കിൽ അദ്ദേഹം ഒന്ന് പഠിച്ചാലട്ടെ. അപ്പൊ ഇൽമുൽ ഫലക്കിനെ അവലംബിച്ചുകൊണ്ടും ഉറപ്പിക്കുന്നവരായ ആളുകൾ ഇവിടെയുണ്ട്. ഇത് ഏത് ഗണത്തിലാ പെടുക നമ്മളിങ്ങനെ മനസ്സിലാക്കുക? ഇവരൊക്കെ ഷാഫിയാക്കളല്ലേ. ഇവരെന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്വീകരിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അല്ലെങ്കിൽ അവര് വ്യക്തമാക്കണ്ടേ? അവർ വ്യക്തമാക്കിയിട്ടുണ്ടോ? അപ്പോ ഈ ശുബഹത്തുള്ളവരായ ആളുകളെ പിൻപറ്റാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്? ഇനി അമ്മ ഇദാകാനു മുഅ്തമിദീന അലൽ ഹിസാബിൽ ഫലകി, അവർ ഈ ഫലക്ക് അതായത് ഗോളശാസ്ത്രത്തിനെ അവലംബിക്കുന്നവരാണ് എങ്കിൽ, ഔ യസുമൂന റുയത, അല്ലെങ്കിൽ റുയത്തുണ്ട് എന്ന് വാദിക്കുന്നവരാണെങ്കിൽ, അതും ഇവിടെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്ത്? ഒരിക്കലും മാസം ഉദിക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത ദിവസത്തിൽ കണ്ടു എന്ന് ഉറപ്പിച്ചിട്ടുണ്ട് കേരളത്തിൽ. അത് ഏപ്പിക്കാർക്ക് ഈക്കക്കാരും വേറെ വേറെ പെരുന്നാളായ കാലവും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. യാസിർ ബിൻ ഹംസ അമേരിക്കയിലോ അതുപോലെ തന്നെ സൗദി അറേബ്യയിലും പോയി കുത്തിരുന്നാൽ മനസ്സിലാവില്ലത്. അതിന്റെ പേരിലൊക്കെ ഇവിടെ ഈ പറയുന്ന സൂഫി മശായിഖന്മാർക്ക് എതിരിൽ തന്നെ അവർ തമ്മിൽ തന്നെ ഒരുപാട് ഭിന്നത ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ ഹിലാൽ കമ്മിറ്റിയെ പൊളിക്കുന്നതിന് വേണ്ടി മാസം ഉദിക്കാത്ത ദിവസം കണ്ടെന്ന് വാദിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യുന്നവരായ ആളുകളാണ് അവിടെ ഉള്ളത്. മനസ്സിലായില്ലേ? അതിനൊന്നും യാതൊരു ഉളുപ്പു വലിക്കില്ല. പോലെ ഈ സൂഫിക്കാത്തിൻ, അങ്ങനെയാണ് എങ്കിൽ അവർ വിശ്വസ്തന്മാരാവൂല. ഫീദാലിക കണ്ടോ? ഫഇന്നഹു ലാ യുൽതഫതു ഇലാ ഖൗലിഹിം, അങ്ങനെയാണെങ്കിൽ ഓല വാക്ക് സ്വീകരിക്കാൻ പറ്റൂല. കണ്ടാ? വളരെ കൃത്യമാണ്. അത്തരം ശൈഖുമാരാണ് എങ്കിൽ അവരുടെ കൗല് സ്വീകരിക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ഇവിടെ കേരളത്തില് ചോദ്യം അങ്ങനെയാണല്ലോ. ഇവിടെ ആകെപ്പാടെ സൂഫി ശൈഖന്മാർ മാത്രമേ ഉറപ്പിക്കുന്നുള്ളൂ. കുറെ സെൽഫികൾ പോലെ പിന്നാലെ കൂടുന്നുണ്ട്. ഇനി കുറച്ച് ആൾക്കാർ കൂടുന്നില്ല എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ എന്താ മറുപടി? അവർ വിശ്വസ്തന്മാരാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ അവരെ കൂടണം എന്നല്ല, കൂടാം. ഇനിയോ ബാക്കിയുള്ള കാര്യം യാസിർ ബിൻ ഹംസ വായിക്കാത്ത ഭാഗ, അതും കൂടി അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവൻ പറഞ്ഞിട്ടുള്ള കള്ളത്തിന്റെ ഊക്കം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്താ പറഞ്ഞത്? ഒരു നാട്ടിൽ സൂഫി ശൈഖന്മാരാണ് ഉറപ്പിക്കുന്നത്, അവർ വിശ്വസ്തന്മാരാണ് എങ്കിൽ നിങ്ങൾക്ക് കൂടാ. ഇനി വിശ്വസ്തന്മാരല്ലെങ്കിൽ വൽ മുസ്ലിമൂന ഫീ തിൽകൽ ബിലാദ്, അങ്ങനെയുള്ള നാടുകളിലുള്ള മുസ്ലിമീങ്ങൾ ഇമ്മാ അൻ യതറാഉ അൽ ഹിലാൽ, അവർ ഹിലാൽ നോക്കണം, വേർതിരിഞ്ഞ് തന്നെ നോക്കണം, ഹിലാൽ നോക്കണം. എന്നിട്ട് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പും പെരുന്നാളും എടുക്കണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാണ്ട് സൂഫി ശൈഖന്മാരെ പിന്നാലെ പോകണമെന്നല്ല. സൂഫി ശൈഖന്മാർ വിശ്വസ്തന്മാരാണ് എങ്കിൽ അവരുടെ കാഴ്ച നിങ്ങൾക്ക് എടുക്കാം.
അല്ല എങ്കിൽ സ്വന്തം നോക്കണം. വൽ അസഹു വൽ അൽഹർ, ഇനി ഏറ്റവും സഹീഹായിട്ടുള്ളതും ഏറ്റവും അൽഹറായിട്ടുള്ളതും വല്ലാഹു അലം ഹുവ, അതെന്താണ്? ഖൗലുൽ ജംഹൂരി, മഹാഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമാണ്. അതെന്താണ്? അന്നഹും യത്തബിഊന ബിലാദൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളുടേതായ നാട്ടിലെ കാഴ്ചയെ അവർ പിൻപറ്റണം. അല്ലത്തി തുഅ്ലിനു റുഅ്യത്തൽ ഹിലാൽ, ഹിലാൽ കാഴ്ച പ്രഖ്യാപിക്കുന്നതായ ഇസ്ലാമിക രാജ്യങ്ങളെ അവർ പിൻപറ്റണം. വഔസഖു ദൗലത്തിൻ ഫീമാ അഅലം, ഞാൻ അറിഞ്ഞിടത്തോളം ഏറ്റവും വിശ്വസ്തമായ രാജ്യം എന്ന് പറയുന്നത് ഫീ ഹാദ സമൻ, ഇക്കാലത്ത് തൗഹീദിന്റെയും സുന്നത്തിന്റെയും രാജ്യമായ സൗദി അറേബ്യയാണ്. ഫയകൂനൂന മുതാബിഈന ലഹാ, അപ്പോൾ ഇത്തരം നാടിലുള്ള ജനങ്ങൾ ആ രാജ്യത്തെ പിൻപറ്റണം. അത് ജുംഹൂറിന്റെ അഭിപ്രായമാണ്. എന്തിനാണ് യാസിർ മൗലവി നിങ്ങൾ ഇത് കട്ടുവെച്ചത്? പണ്ഡിതന്മാരുടെ ഫത്വയിൽ നിന്നും നിങ്ങൾക്ക് തോന്നിയത് മാത്രം നിങ്ങൾ ഉദ്ധരിച്ച് തെറ്റിദ്ധരിപ്പിക്കുക. ഇതൊന്നും ആർക്കും കിട്ടൂല ഞങ്ങളെ വിചാരം. ഈ സോഷ്യൽ മീഡിയയും നെറ്റും നെറ്റ്വർക്കും അതും ഇതും ഈ ഗൂഗിൾ സെർച്ചിങ്ങും അതൊന്നും നിങ്ങൾക്ക് മാത്രം വഴങ്ങുന്ന ഈ വരയും കുറിയിടുക എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു പരിപാടി എനിക്ക് തോന്നിയാ അങ്ങനെ ഉണ്ടോ എനിക്ക്? എന്നാൽ ഇതൊക്കെ ഞങ്ങൾക്കും കിട്ടും, ലോകത്ത് ആർക്കും കിട്ടും, അടിച്ചു കൊടുത്താൽ ആർക്കും കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ കള്ളത്തരം ദയവായി നിങ്ങൾ അവസാനിപ്പിക്കണം. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്തരം കള്ളത്തരത്തിന്റെ പരിപാടി നടത്താൻ പാടില്ല. അനിസ്ലാമികമായ രാജ്യങ്ങളാണ്, ഇസ്ലാമിക ഭരണമില്ലാത്ത നാടുകളാണെങ്കിൽ ആ നാട്ടിൽ സൂഫി ശൈഖന്മാർ മാത്രമേ ഉള്ളൂ എങ്കിൽ അവർ വിശ്വസ്തന്മാരാണെങ്കിൽ നിങ്ങൾക്ക് ഓലെ കൂടത്തിൽ കൂടാം. അങ്ങനെ വിശ്വസ്തന്മാരല്ല എങ്കിൽ വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ സിഖാത്താകുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിഖത്തുൻ എന്ന് പറഞ്ഞാൽ കേവലം ഒരു വിശ്വസ്തൻ എന്ന് മാത്രമല്ല, സിഖത്താകുക എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പിൽ എന്തുകൊണ്ട് ഈമാൻ ഉണ്ടാകണം, ഈമാനും ഇഖ്ലാസും ഒക്കെ ഉണ്ടാകണം, മുതാബഅത്തും ഉണ്ടാകണം, സുന്നത്തുണ്ടാകണം. ബിദ്അത്തുകാരനാകാൻ പാടില്ല. മനസ്സിലല്ലേ? മുസ്തലഹുൽ ഹദീസിന്റെ നിയമം അനുസരിച്ച് ഒരു ബിദ്അത്തുകാരന്റെ റിവായത്ത് സ്വീകരിക്കാൻ പാടില്ല. ഓൻ തൗഹീദ് ഉണ്ടായിരിക്കും കാര്യമില്ല. അപ്പോ ബിദ്അത്തുള്ളവനെ ഒരുത്തനെ കുറിച്ച് സിഖാത്ത് എന്ന് പറയാൻ പറ്റില്ല. സിഖത്താവുക എന്ന് പറഞ്ഞാൽ കുറെ നിയമങ്ങളും വ്യവസ്ഥകളും ഉള്ളതാണ്. അപ്പൊ ഈ സൂഫി ശൈഖന്മാർ അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥിക്കുകയും ഇബാദത്ത് എടുക്കുകയും ചെയ്യുന്നവരാണെങ്കിലും വിശ്വസ്തനല്ല. അത്തരം വിശ്വസ്തനല്ലാത്ത ഒരാളുടെ ഖൗല് ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പാടില്ല, അതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പാടില്ല. എങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ആ നാട്ടിലെ മുസ്ലിമീങ്ങൾ അവര് സ്വന്തമായി കാഴ്ച കാണണം. അണ്ടാ, സൂഫികളോട് കൂടെ കൂടാനല്ല, അവർ സ്വന്തമായി കാഴ്ച കാണണം. ഇനി അതിനേക്കാൾ എളുപ്പമുള്ള വഴി എന്താ? ഏറ്റവും തൊട്ടടുത്ത ഇസ്ലാമിക രാജ്യം, ആ രാജ്യത്തിന്റെ കാഴ്ചയെ പിൻപറ്റണം. അത് ജുംഹൂറിന്റെ അഭിപ്രായമാണ്, ഒറ്റപ്പെട്ട അഭിപ്രായമല്ല, ജുംഹൂറിന്റെ അഭിപ്രായമാണ്. ആ അഭിപ്രായം അനുസരിച്ച് ഇന്ന് ലോകത്തെ ഏറ്റവും സ്വീകാര്യയോഗ്യന്മാരായ ആളുകൾ സൗദി അറേബ്യയാണ്. തൗഹീദിന്റെ നാടാണ്, സുന്നത്തിന്റെ നാടാണ്. അതിനെയാണ് അവർ പിൻപറ്റേണ്ടത്. ഇതാപ്പൊ ഞങ്ങൾ പിൻപറ്റുന്നത്. മനസ്സിലല്ലേ? നിങ്ങൾ ഒറ്റപ്പെട്ടവരെന്ന് പറഞ്ഞ ആൾക്കാർ ഞങ്ങൾ പിൻപറ്റുന്ന അഹ്ലു സുന്നത്തിന്റെ മാതൃകയാണ്. അബ്ദുൽ അസീസ് റയീസ് പറഞ്ഞ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫത്വയാണ്, നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ല. നിങ്ങൾ ഇവിടെ അത് കൊണ്ടുവന്നത് സൂഫി ശൈഖന്മാരെയും മശായിഖന്മാരെയും അംഗീകരിക്കുകയും അവരുണ്ടായാൽ പിന്നെ വേറൊരു കമ്മിറ്റിയും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂഫിസത്തിന്റെയും കുബൂരിസത്തിന്റെയും ആലയിലേക്ക് ഈ സലഫികളെയും അഹ്ലുസുന്നത്തിന്റെ ആളുകളെയും കൊണ്ടുപോയി കെട്ടാൻ വേണ്ടി അച്ചാരം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ തൽക്കാലം അത് എടുത്ത് വെച്ചേക്ക്. മനസ്സിലായോ? അത് ഇവിടെ നടക്കൂല എന്ന് ഞങ്ങളോട് പ്രത്യേകം പറയാനുള്ളൂ.